ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും അച്ചാർ കഴിക്കാനേ പാടില്ല, അത് സത്യസന്ധമായ കാര്യം. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ആ ഒരു എണ്ണയും ഉപ്പും കൂടുതൽ വരുമ്പോഴത്തേക്കുമാണ് അച്ചാറിനൊരു പ്രോബ്ലം വരുന്നത് അല്ലേ. പക്ഷേ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടേതായ ഇഷ്ടത്തിന് ചെയ്തെടുത്താലോ. അപ്പോൾ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. മാങ്ങ സീസൺ ആണെന്നൊന്നും അറിയാൻ പാടില്ല ഇപ്പോൾ, പക്ഷേ എല്ലായിടവും മാങ്ങ പഴുത്ത മാങ്ങയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം മാങ്ങ വാങ്ങിച്ചത് ഇതേപോലെ കുനുകുന അങ്ങ് അരിഞ്ഞെടുക്കാം. കുനുകുനാന്നും അല്ല കേട്ടോ, അരിയാൻ പറ്റുന്ന അത്രയും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. പുളിയുണ്ട് നല്ല മാങ്ങയ്ക്ക്. അപ്പോൾ അതേ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. മാങ്ങ ഒക്കെ കിട്ടിയാൽ അല്ലെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോഴാണ് വേപ്പില പറിക്കുന്ന കാര്യം ആലോചിച്ചത്. അപ്പോൾ നേരെ മുറ്റത്തോട്ട്, ഞാൻ കടയിൽ നിന്ന് വേപ്പില വാങ്ങിക്കാറില്ല. അതുപോലെ തന്നെ പുതിനയും ഞാനിപ്പം ബിരിയാണിക്ക് വാങ്ങിക്കുന്ന നമ്മൾ ആ ഒരു തണ്ടൊന്ന് വെച്ച് കിളിപ്പിച്ച് ഒരു ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് പരിപാലിച്ചെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള പുതിന കിട്ടും. അപ്പോഴത്തേക്കാണ് പറഞ്ഞത് പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് തണുത്ത പാലാണ് കേട്ടോ. അപ്പോൾ പൊട്ടുന്ന കുപ്പിയിലാണ് ഒഴിച്ച് വെക്കാറ്. അത് ഞാൻ ഊറ്റി കഴുകി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നത്തേക്ക് പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒഴിച്ചത്. ഇതിനകത്ത് ഞാൻ അത്രയും മാങ്ങാക്കി എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ്. നമ്മൾ അച്ചാറിന് നല്ലെണ്ണയാണല്ലോ യൂസ് ചെയ്യുന്നത്. ഇത്രയും എണ്ണ മാത്രമാണ് എടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ ആ ഒരു കടുകും ഉലുവായും കൂടെ. ഇതിനകത്ത് കടുക് മാങ്ങ ഇടാൻ നേരം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും ചേർക്കത്തില്ല. പിന്നെ കുറച്ച് അച്ചാർ പൊടിയും പേരിനൊരു ഇച്ചിരി കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് ഇച്ചിരി കായപ്പൊടി ഒഴിച്ച് ഇത്തിരി വിനാഗിരിയും, ബാക്കി ഒഴിച്ചത് വെള്ളമാണേ. വെള്ളവും ഒഴിച്ച് ഉപ്പ് ഇട്ട്, ഈ ഉപ്പ് മാത്രമേ ആകപ്പാട് ഇടാറുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എൻ്റെ അച്ചാറിൽ ഉപ്പും എണ്ണയും കുറവാണെന്ന് പറയാൻ കാരണം തന്നെ ഇതുകൊണ്ടാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കഴിക്കുന്ന എന്തോ അതാണ് എൻ്റെ വീട്ടിലും കഴിക്കുന്നത്. ഞാനൊരു ശ്രദ്ധ ചെലുത്തിയപ്പോഴത്തേക്കും എൻ്റെ വീട്ടിലെ കാര്യങ്ങളിലും ശ്രദ്ധ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇനി ആ ഒരു പച്ച കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി അച്ചാർ സെറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഡയറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ ആ ഒരു ഡയറ്റിൻ്റെ രീതിയിലാക്കി എടുത്താൽ തീരാവുന്ന പ്രോബ്ലംസേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കടുക് മാങ്ങ സെറ്റ്. ടാറ്റാ.